നമ്മുടെ മുത്തുമാല ഇങ്ങനെ കോർത്ത പോലെ അല്ലെങ്കിൽ മുല്ലപ്പൂ ഇങ്ങനെ കോർത്തിട്ട പോലെ നിൻ്റെ കുട്ടിക്കാലത്തൊക്കെ മുല്ലപ്പൂവിൻ്റെ മൊട്ട് നമ്മൾ തലേ ദിവസം അതായത് തലേന്ന് ഒരു സന്ധ്യാനേരത്ത് നമ്മൾ കോർത്തിട്ട് മുണ്ടൊക്കെ വിരിക്കുന്ന നമ്മൾ അലക്കിയതൊക്കെ ഇടുന്ന അയിലെന്ന് അവിടേക്ക് പറയും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോർത്ത് തൂക്കിയിടും. അതുപോലെ കേട്ടോ എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ നമ്മുടെ കമ്പിത്തിരി കത്തിച്ച് വെച്ച പോലെ പൂത്തിരിയൊക്കെ കത്തിച്ച് വെച്ച പോലെ ഒരു ഇതാണ് ഈ ഒരു പൂക്കൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വേറെ ഒന്നല്ല, നമ്മുടെ മണിക്കൊന്ന അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവർ തന്നെ കേട്ടോ. വൈറ്റ് പൂക്കളെ അടിവശത്തുള്ള കപ്പ് നല്ല ഡാർക്ക് റെഡിഷ് കളറാണ്. അപ്പോൾ ഡാർക്ക് റെഡിഷ് കളറും ഈ ഒരു വൈറ്റും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇതുള്ളത്. ഇതിൻ്റെ മൊട്ടുകൾ ഒരു ബൾബ് പോലെയാണ് കേട്ടോ മൊട്ടുകൾ കാണുമ്പോൾ തോന്നുക. അതുകൊണ്ട് തന്നെ ലൈറ്റ് ബൾബ് സെലോഡൻഡ്രെന്നും ഈ ചെടിക്ക് പറയും. അതുകൂടാതെ ചെയിൻ ഓഫ് ഗ്ലോറി എന്ന് പറയട്ടെ, ഒരു ചെയിൻ, ഞാൻ പറഞ്ഞു മാല പോലെ തന്നെ. നമുക്ക് പെട്ടെന്ന് നോക്കാം ഒരു മാല ഇങ്ങനെ തൂങ്ങി നിൽക്കും പോലെ, പൂക്കളോണ്ടൊരു മാല ഉണ്ടാക്കിയ പോലെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പം ഇതിന് ഒരു സീസണൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെ എപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ. ആ ഒരു ടൈമിലാണ് പൂക്കൾ ഉണ്ടാവുക. അതായത് നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്. രാവിലെയൊക്കെ വൈകുന്നേരമൊക്കെ നല്ല തണുപ്പുള്ള ആ ഒരു സമയത്താണ് കേട്ടോ പൂക്കൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ ചെടിയെക്കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല, ഒരുപാട് കെയറിങ് ഒന്നും ഇല്ലാത്തൊരു ചെടിയാണ്. എങ്കിലും നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും. കുറച്ച് സൺലൈറ്റൊക്കെ കുറഞ്ഞ ഒരു പാർഷ്യൽ ഷെയ്ഡിലും ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. പൂക്കൾ എന്ന് പറയുമ്പോൾ ഒരു കുലകുലായിട്ട് കണ്ടില്ല, താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എന്താണ് മഞ്ഞക്കൊന്ന, അല്ലെ കണിക്കൊക്കെ വെക്കുന്ന മഞ്ഞക്കൊന്നാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ വെള്ളക്കൊന്ന പല പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ ഇതിന് ഞാൻ മണം ഒന്നുമില്ല കേട്ടോ, ഈ പൂക്കൾക്ക് മണമൊന്നുമില്ല. പക്ഷേ ഇത് ഒരാഴ്ചത്തോളം ഒരു പൂവ് നിൽക്കും, അതിന് ശേഷമാണ് വാടിപ്പോവുക. പക്ഷേ അപ്പോഴത്തേക്കും അടുത്തുള്ള മൊട്ട് വരുന്നത് കൊണ്ട് തന്നെ ഒക്ടോബർ മുതൽ നമുക്കൊരു മാർച്ച് വരെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി വരും കേട്ടോ. അപ്പോൾ ഈ തൈകളൊക്കെ നേഴ്സറിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 150 രൂപ 100 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈകൾ കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ് നട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് വേരെടുപ്പിച്ചെടുക്കാം. ഈ വേരെടുപ്പിച്ച തൈകൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയുക, നമ്മൾ ഇന്ന് നട്ട് വെച്ചാൽ അടുത്ത വർഷമാകുമ്പോഴേക്ക് തന്നെ കുഞ്ഞിലേ ഇതിന് പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഈ ഒരു പ്ലാന്റ്സിൻ്റെ ആ ഒരു ഫ്ലവറിങ് ടൈമില്ലേ, അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസം ആ ഒരു സമയത്ത് നമ്മൾ നട്ടു കൊടുത്ത കുഞ്ഞു ചെടികൾക്ക് പോലും പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇതിന് ഒരുപാട് വെള്ളം, എന്താ പറയുക, നല്ല വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും നമ്മൾ മണ്ണിൽ നട്ടു കൊടുക്കാൻ പാടില്ല. ചട്ടിയിൽ നട്ടു കൊടുക്കുകയാണെങ്കിലും ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് നല്ല പോട്ടിംഗ് മിക്സ്, ഇപ്പം അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ നല്ല ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, പെർമിക്കുലേറ്റ് അല്ലെങ്കിൽ പെർലൈറ്റ്, ചാണകപ്പൊടി, ഉമി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ മണ്ണെടുത്തിട്ട് അതിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുത്താൽ ഉണ്ടാകും. ഇനിയിപ്പോൾ മണ്ണിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വളമൊന്നും കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു വെള്ളക്കൊന്ന കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചെടി വളർത്തുന്നവരായിക്കൊണ്ട് നമ്മൾ മറ്റുള്ള ചെടികൾക്കൊക്കെ വളം കൊടുക്കുമ്പോൾ ചട്ടിയിലാണ് നട്ടെങ്കിൽ, ഇത് ചട്ടിയുള്ള ചെടിയല്ല കേട്ടോ, ചട്ടിയിലാണ് നട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ അല്ലെങ്കിൽ NPK 19 വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കേണ്ട ടൈം എപ്പോഴാണ്, നമ്മളെ മഴ കഴിയാൻ നേരത്താണ് നമ്മൾ കൊടുക്കേണ്ടത്, മഴ അവസാനിക്കുന്ന സമയത്ത്. കാരണം മഴ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ മഴ കഴിഞ്ഞിട്ടാണ് ഇതിൽ പൂക്കൾ വരുന്നത്. അപ്പോൾ പൂക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന് ഫ്ലവറിങ് ബൂസ്റ്റർ ആയിട്ടുള്ള ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ മതി. ചെടിക്ക് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ആരോഗ്യം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് വളം കൊടുക്കുക. ഇനി വളം കൊടുത്തില്ലെങ്കിലും പൂക്കൾ ഉണ്ടാവും. പക്ഷേ ഒരുപാട് പൂക്കൾ വേണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ചാണകപ്പൊടിയോ അങ്ങനെയുള്ള എല്ലുപൊടി എന്തെങ്കിലും ഒരു വളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന് എന്താ പറയുക, പിന്നെ ഒരുപാട് കീടശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ്. അങ്ങനെ അസുഖങ്ങളോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്തതാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും കോർണറിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ ഇത്രത്തോളം നിറയെ പൂക്കൾ വേണമെങ്കിൽ നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു വെള്ളക്കൊന്ന അല്ലെങ്കിൽ മണിക്കൊന്ന കേട്ടോ. അപ്പോൾ ഇത് നമുക്കറിയാം, ബൊഗൻവില്ല പ്ലാന്റ്സൊക്കെ നമുക്കൊരു സീസണൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണല്ലേ. നമുക്കൊരു എന്താ പറയുക, അതൊരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്ക് പൂക്കൾ പിന്നെ
കഴിയും. ആ ഒരു സമയത്ത് 3 ടൈമിലായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ 1-2 പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അല്ലാണ്ട് നല്ല നിറയെ പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഏകദേശം ഒരു സമയം ഏതൊരു ചെടിക്കും ഫ്ലവറിങ് പ്ലാന്റ്സിന് നമുക്കറിയാം നല്ല വേനൽ വരുന്ന സമയത്ത്, അതായത് നമുക്കൊരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അങ്ങനെയുള്ള മാസത്തിലാണ് നമുക്ക് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ താഴോട്ട് നമുക്കറിയാം കൊന്നൻ്റെ പൂക്കളും താഴോട്ടാണ് തൂങ്ങുന്നത്. പൂക്കളൊക്കെ ഏകദേശം സെയിം ആണ്, പക്ഷേ ഇലകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ മഞ്ഞക്കണിക്കൊന്നയും ഈ ഒരു വെള്ളക്കണിക്കൊന്നയും തമ്മിൽ ഇലകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് കണ്ടിട്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയായിട്ട് ആ മുട്ടുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും, നോക്കാൻ തന്നെ ഒരു ഭയങ്കരമായിട്ട് നല്ലത് തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് നട്ടു കൊടുത്താൽ മതി, ഈസിയായിട്ട് നട്ടു കൊടുക്കാം. നമുക്കൊരു പൂഴി മണ്ണിലൊക്കെ വെച്ചിട്ട് കട്ടിങ്സ് എടുത്തിട്ട് നട്ടു കൊടുത്താൽ മതി. നട്ടു കൊടുക്കേണ്ട ടൈം ഞാൻ പറഞ്ഞുതരാം. നട്ടു കൊടുക്കുന്ന സമയം നമ്മൾ മഴക്കാലത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ നട്ടു കൊടുക്കാൻ നല്ലത്. പെട്ടെന്ന് വേരുപിടിക്കും. മഴക്കാലത്ത് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേനലാകുമ്പോൾ നമ്മളൊരു മഴേൻ്റെ ഒരു പ്രീതി വരെ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തണലത്തൊക്കെ വെച്ചിട്ട് നോക്കേണ്ടി വരും. പക്ഷെ മഴക്കാലത്ത് നമ്മൾ ഏതൊരു ചെടി കട്ടിങ്സിലൂടെ നമ്മൾ നടുന്ന ഏകദേശ ചെടികളോ മഴക്കാലത്ത് നമുക്ക് വേഗത്തിൽ പിടിച്ച് കിട്ടുമല്ലേ, വേഗത്തിൽ നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായിട്ടുള്ള പോട്ടി മിക്സ് ഒന്നും വേണ്ട. അപ്പോൾ ഇന്നലെ ഞാനൊരു പോട്ടി മിക്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ എന്ത് തരത്തിലുള്ള പോട്ടി മിക്സാണ്. അപ്പോൾ 100% ഉറപ്പായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് പോട്ടി മിക്സാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ആ വീഡിയോ കാണാത്തവരെന്തായാലും വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു വെള്ളക്കൊന്ന അല്ലെങ്കിൽ ഈ ഒരു കണിക്കൊന്ന എന്ന് പറയണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടത് വെള്ളക്കൊന്ന എന്നുള്ള പേരാണ് കേട്ടോ. ആ വെള്ളക്കൊന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എന്തായാലും പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനോ ഉള്ള ഒരു പ്രചോദനം നൽകുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, കണ്ടില്ല അത്രക്കും ഭംഗിയാണ്. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിലും ഇതുപോലെ നിറയെ പൂക്കൾ വേണമെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റിയ ചെടിയാണ് നമ്മുടെ വെള്ളക്കൊന്ന. അതുപോലെ തന്നെ നമുക്ക് മെലസ്റ്റോമ വാങ്ങി വളർത്താം, ബൊഗമില്ല പ്ലാന്റ്സ് വളർത്താം, തെച്ചിച്ചെടി വളർത്താം. ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ.